Hi everyone, this is Abin from eywkaa. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ നടന്ന എല്ലാ പുതിയ ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സിനെയും ന്യൂസിനെയും പറ്റിയാണ്. സോ ഈ ഒരു കാര്യം തുടങ്ങുന്നത് തൊട്ട് മുമ്പായിട്ട് എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. കാരണം എന്തായാലും ഈ ഒരു വീഡിയോയിൽ കുറേയധികം പുതിയ അപ്ഡേഷൻസും ന്യൂസും നിങ്ങളെ തേടി വരുന്നുണ്ട്. തുടക്കം തന്നെ നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. iOS 18.1 എന്ന ഒഫീഷ്യൽ അപ്ഡേഷൻ 2024 ഒക്ടോബർ 28 നമ്മുടെ കയ്യിലെത്തും എന്നാണ് നമുക്ക് കിട്ടുന്ന ഫൈനൽ ലീക്ക്. സോ ഈ ഒരു അപ്ഡേഷൻ്റെ RC ഒക്കെ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. ഡെവലപ്പർ ബീറ്റ അല്ലെങ്കിൽ ഈ പറയുന്ന പബ്ലിക് ബീറ്റ യൂസേഴ്സിനാണെങ്കിലും ഈ ഒരു iOS 18.1 RC ലഭിച്ചിട്ടുണ്ടാവും. എന്താണ് RC എന്ന് ചോദിച്ചാൽ റിലീസ് കാൻഡിഡേറ്റ് ആണ് ഇതിൻ്റെ ഫുൾ ഫോം. നമ്മുടെ ഒഫീഷ്യൽ അപ്ഡേഷൻ പബ്ലിക്കലി റിലീസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഡെവലപ്പർ ബീറ്റാസിനും അതേപോലെ പബ്ലിക് ബീറ്റ ടെസ്റ്റേഴ്സിനും കൊടുക്കുന്ന ഒഫീഷ്യൽ അപ്ഡേഷൻ തന്നെയാണ് ഈ പറയുന്ന RC എന്ന് പറയുന്നത്. സോ RC അപ്ഡേറ്റ് ചെയ്ത ആൾക്കാർക്ക് iOS 18.1 ഒഫീഷ്യൽ അപ്ഡേഷൻ ലഭിക്കുന്നതല്ല. അതേപോലെ iOS 18.2 ബീറ്റ 1 ഇപ്പോൾ റിലീസ് ആയിട്ടുണ്ട്. പക്ഷേ ഇത് ഓൺലി ഫോർ iPhone 15 ഓർ ലേറ്റർ അല്ലെങ്കിൽ iPhone 15 Pro ഓർ ലേറ്റർ ഡിവൈസിന് മാത്രമാണ് ഇപ്പോൾ കറൻ്റ്ലി ആപ്പിൾ റിലീസ് ചെയ്തിരിക്കുന്നത്. അതും ഡെവലപ്പർ ബീറ്റ മാത്രം. മിക്കവാറും ബീറ്റ 4 അല്ലെങ്കിൽ 3 ഒക്കെ ആകുമ്പോഴായിരിക്കും ഈ പറഞ്ഞ പബ്ലിക് ബീറ്റ iOS 18.2 പബ്ലിക് ബീറ്റയും ബാക്കി എല്ലാ ഓൾഡർ ഡിവൈസിനുള്ള അപ്ഡേഷൻ ആപ്പിൾ റിലീസ് ചെയ്യാനുള്ള ചാൻസ്. ഈ ഒരു അപ്ഡേഷൻ ന്യൂസിൻ്റെ അടുത്തൊരു കാര്യമാണ് AirPods Proവിൻ്റെ സെക്കൻഡ് ജനറേഷനിലെ ഹിയറിംഗ് എയ്ഡിൻ്റെ ഓപ്ഷൻ iOS 18.1 നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ഈ പറഞ്ഞ AirPods Proവിൻ്റെ സെക്കൻഡ് ജനറേഷന് പുതിയ ഫേംവെയർ അപ്ഡേറ്റും വന്നിട്ടുണ്ട്. ആൻഡ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്ന നമുക്ക് ഈ പറഞ്ഞ സ്ലീപ്പിൻ്റെ ബാക്കി കാര്യങ്ങളും ട്രാക്കിങ്ങും എല്ലാം ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഓപ്ഷൻ iOS 18.1 തന്നെയാണ് വരുന്നത്. പക്ഷേ ലേറ്റസ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ സീരീസ് 9 ഓർ ലേറ്ററിൽ മാത്രമാണ് സ്ലീപ്പ് ആപ്നിയ ട്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഡീറ്റെയിൽസ് നമുക്ക് വേണമെങ്കിൽ iOS 18.1 അപ്ഡേറ്റ് ചെയ്തതാണ് നമുക്ക് കിട്ടുക. നമ്മുടെ എവിക്കയുടെ ചാനലിൽ ലാസ്റ്റ് വീക്ക് ഒരു ആപ്പിളിലെ പുതിയ ഇവൻറ്റ് ഒക്ടോബറിൻ്റെ അവസാനമൊക്കെ ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഒരു ഇവൻ്റായിട്ട് ആപ്പിൾ അത് ഹോസ്റ്റ് ചെയ്യില്ല. അതിന് പകരം പ്രസ് റിലീസ് നമ്മുടെ iPad mini 7 ഒക്കെ റിലീസ് ചെയ്ത പോലെ ഒരു പ്രസ് റിലീസായിട്ടായിരിക്കും പുതിയ ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യാനുള്ള ചാൻസ്. ഒരു സ്പെഷ്യൽ ഇവൻറ്റ്സോ ബാക്കി ഒരു കാര്യങ്ങളോ കഴിഞ്ഞ കൊല്ലം ഹോസ്റ്റ് ചെയ്ത പോലെ സ്കാരി ഫാസ്റ്റ് എന്ന് പറഞ്ഞ പേരിൽ ഹോസ്റ്റ് ചെയ്ത പോലെ ഈ ഒരു വട്ടം ആപ്പിൾ ചെയ്യില്ല. പക്ഷേ ഇവിടെ ചെറിയൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ 3 ദിവസമായിട്ട് 3 പ്രൊഡക്റ്റ് എല്ലാവരും കോൺസെപ്റ്റാണ് ആപ്പിൾ നമുക്ക് വേണ്ടി ഇപ്പോൾ മുമ്പിലേക്ക് കിട്ടുന്ന ആ റിപ്പോർട്ട് അനുസരിച്ച് പറയുന്നത്. കാരണം മൺഡേ ഒരു പ്രൊഡക്റ്റ്, ട്യൂസ്ഡേ ഒരു പ്രൊഡക്റ്റ്, വെനസ്ഡേ ഒരു പ്രൊഡക്റ്റ്, ഇങ്ങനെ 3 ദിവസമായിട്ട് 3 പ്രൊഡക്റ്റുകൾ ആപ്പിൾ ലോഞ്ച് ചെയ്യും എന്ന് ഒരു റിപ്പോർട്ട് കേൾക്കുന്നുണ്ട്. ആൻഡ് ഈ പറയുന്ന ഡിവൈസുകൾക്കെല്ലാം പുതിയ M4 ചിപ്സെറ്റ് തന്നെയായിരിക്കും പവർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ലീക്സും റൂമേഴ്സും എല്ലാം അറിയാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ചാനൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. വർത്ത് ഫോർ ദ സബ്സ്ക്രിപ്ഷനായിട്ട് നിങ്ങൾക്കത് ഫീൽ ചെയ്യും. മാക്ബുക്കിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ M4 MacBook Airൻ്റെ സീരീസ് 2025 ജാനൊക്കെ ആകുമ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്യാനും അതേപോലെ ഒരു മിഡ് ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ കൂടി വന്ന ഒക്ടോബറിനുള്ളിൽ തന്നെ ആപ്പിളിൻ്റെ പുതിയ MacBook Air M4 വെച്ചിട്ടുള്ള MacBook Air റിലീസ് ആവാനും ചാൻസ് ഉണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. സോ MacBook യൂസേഴ്സിന് വലിയൊരു മാറ്റം തന്നെയാണ് ഈ പറഞ്ഞ M4 ചിപ്സെറ്റിൽ കാത്തിരിക്കുന്നത്. ആ ഒരു പ്രൊഡക്ഷനും ബാക്കി കാര്യങ്ങളും ഈ ഒരു കൊല്ലം തന്നെ നമുക്ക് M4 Pro സീരീസ് ലഭിക്കും. അടുത്ത കൊല്ലത്തോടെ M4ൻ്റെ എയർ സീരീസും നമുക്ക് ലഭിക്കും. ഗെയിമേഴ്സ് ആയിട്ടുള്ള കൂട്ടുകാർക്ക് ഒരു സന്തോഷ വാർത്ത. കാരണം ഈ പറഞ്ഞ ആപ്പിളിൽ ആപ്പ് സ്റ്റോറിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഗെയിംസിന് വേണ്ടി മാത്രം ഒരു സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ആപ്പിൾ റിലീസ് ചെയ്യാൻ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്കിടെ റിപ്പോർട്ട്. ഇപ്പോൾ സ്പോർട്സിന് വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് ആപ്പ് ഉണ്ട്, അതേപോലെ നമുക്ക് ക്ലാസിക്കൽ മ്യൂസിക്കിന് വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് ആപ്ലിക്കേഷൻ ഉണ്ട്. എന്നീ പറഞ്ഞ പോലെ തന്നെ ഓൺലി ഫോർ ഗെയിംസ് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു സ്പെഷ്യൽ ആപ്പിളിൻ്റെ ഈ പറഞ്ഞ ആപ്പ് സ്റ്റോർ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ടാണ് നമുക്കിടെ റിപ്പോർട്ട്. അതേപോലെ വാട്സാപ്പിൻ്റെ ഒരു കിട്ടിലൻ അപ്ഡേറ്റ് ഈ പറഞ്ഞ ഐഫോൺ യൂസേഴ്സിന് വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹോം സ്ക്രീനിലെ ഡിവൈസിൻ്റെ ഹോം സ്ക്രീനിലേക്ക് പുതിയ കുറച്ച് വിജറ്റുകൾ വരുന്നുണ്ട്. വാട്സാപ്പിൻ്റെ നമുക്ക് ക്യാമറ ആക്സസ് ചെയ്യുമ്പോൾ എന്തായാലും ചാറ്റ് വരും, അല്ലെങ്കിൽ ചാറ്റല്ല ക്യാമറ ആക്സസിൻ്റെ ക്യാമറ വരുന്നതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന സ്റ്റാറ്റസും ബാക്കി കാര്യങ്ങളും ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അതിൽ വരും. അതേപോലെ തന്നെ
കൺട്രോൾ സെൻറ്ററിലും ഹോം സ്ക്രീനിലും ലോക്ക് സ്ക്രീനിലും നമുക്ക് ഈ പറഞ്ഞ ക്യാമറയുടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്റ്റേറ്റസിൻ്റെ അപ്ഡേഷൻ ഓപ്ഷൻ ലഭിക്കും. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ ഐഫോണിൻ്റെ ലോക്ക് സ്ക്രീനിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ഇൻസ്റ്റഗ്രാമിൻ്റെ സ്റ്റോറി അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി പോസ്റ്റ് ചെയ്യാനുള്ള ക്യാമറ ആക്സസ് ചെയ്യാൻ പറ്റും. സെയിം ഫീച്ചർ മെറ്റ തന്നെ ഈ പറഞ്ഞ വാട്സാപ്പിലും എന്തായാലും കൊടുക്കും. അതോടൊപ്പം ചാറ്റുകൾക്ക് വേണ്ടി നമുക്ക് 1-2 ആൾക്കാർ അല്ലെങ്കിൽ 3-4 ആൾക്കാരുടെയൊക്കെ ചാറ്റ്സ് പെട്ടെന്ന് അറിയാനും എടുക്കാനും പിൻ ചെയ്യാനൊക്കെ ഉള്ള ആ ഒരു വിജിറ്റും കൂടെ ഐഫോണിൻ്റെ ഹോം സ്ക്രീനിലേക്ക് വരുന്നതാണ് നമുക്കിട്ട് റിപ്പോർട്ടിൽ അല്ലെങ്കിൽ ബെയ്റ്റയുടെ ടെസ്റ്റിൽ റിപ്പോർട്ടല്ല, ഈ പറയുന്ന കൺഫേം ലീക്കാണ് വാട്സാപ്പിൻ്റെ ഈ പറഞ്ഞ ബെയ്റ്റ ഇപ്പോൾ റൺ ചെയ്യുന്ന ആ ഒരു കാര്യത്തിൽ. കഴിഞ്ഞ ദിവസം WSJ അതായത് ഈ പറഞ്ഞ വാൾ സ്ട്രീറ്റ് ജേർണൽ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് ഒരു നമ്മുടെ ഗ്രേഗ് ഫെഡറി എന്ന് പറയുന്ന ആപ്പിളിലെ സോഫ്റ്റ്വെയർ ഹെഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ഒരു പോഡ്കാസ്റ്റ് പോലെ ഒരു എന്താ പറയുക ഇൻ്റർവ്യൂ പോലെ നടത്തി. അതിൽ കുറേ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വന്നൊരു ചോദ്യമാണ് എന്തുകൊണ്ട് ആപ്പിൾ ഇൻ്റലിജൻസ് ഇത്ര നാൾ ലേറ്റായി. അതിന് സോളിഡ് റീസൺ ഉണ്ട്. കാരണം ആ ഒരു ഇൻ്റർവ്യൂവിൽ പുള്ളിക്കാരൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, വെറുതെ ഹറിബറിയായിട്ട് ഉണ്ടാക്കുന്നതല്ല, ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ സോളിഡായിട്ടും അതേപോലെ അത് ആപ്പിളിൻ്റെ രീതിയിലും ഉണ്ടാക്കണം. അതേപോലെ കുറേ പേര് കമ്പയർ ചെയ്യുന്നുണ്ട് ചാറ്റ് GPT അതായത് ഓപ്പൺ AIയുടെ ചാറ്റ് GPTയും സിറിയായിട്ട്. അത് രണ്ടും രണ്ട് എൻറ്റിറ്റിയാണ്. ചാറ്റ് GPT എന്ന് പറയുന്നത് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസും അതേപോലെ പബ്ലിക് റിലേറ്റഡ് ആയ കാര്യങ്ങളും നമ്മുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുന്ന ഒരു വിക്കിപീഡിയ അങ്ങനത്തെ ഒരു എന്താ പറയുക പ്ലാറ്റ്ഫോമാണ്. നമ്മുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നത് ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും പെട്ടെന്ന് എമർജൻസി ആയിട്ട് വേണ്ട ഡൗട്ടുകളും കാര്യങ്ങളും ക്ലിയർ ചെയ്യാണ് ചാറ്റ് GPT അല്ലെങ്കിൽ ഓപ്പൺ AI അതിനെ പവർ ചെയ്യുന്നത്. ഈ പറഞ്ഞ സിറി എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ വേണ്ട കാര്യങ്ങൾ മീറ്റ് ചെയ്യാനും അതേപോലെ നമ്മുടെ വീട്ടിലെ കുറേ കാര്യങ്ങൾ യൂസ്ഫുൾ ആക്കാനും ആൻഡ് നമ്മുടെ വർക്ക് കുറച്ചും കൂടെ എഫേർട്ട്ലെസ് ആക്കാനുമാണ് സിറി യൂസ് ചെയ്യുന്നത്. സിറി കൊണ്ട് നമുക്കിപ്പോൾ ഫാനിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യാം, ഈ ലൈറ്റ് ഓൺ ചെയ്യാം, ബാക്കിൽ ലൈറ്റ് ഓഫ് ചെയ്യാം, അതേപോലെ എൻ്റെ ഗരാഷിൻ്റെ ഡോർ ഓപ്പൺ ചെയ്യാം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് സിറി വെച്ച് യൂസ് ചെയ്യാം. പക്ഷേ ഈ ഒരു കാര്യങ്ങളും ഈ പറഞ്ഞ ഒരു ഓട്ടോമേഷൻസോ ബാക്കി കാര്യങ്ങളോ എനിക്ക് ചാറ്റ് GPT ആയിട്ട് ചെയ്യാൻ പറ്റില്ല. രണ്ടും രണ്ട് എൻറ്റിറ്റിയാണ്, രണ്ടും രണ്ട് പർപ്പസാണ്. പക്ഷേ ആപ്പിളിലേക്ക് വന്നപ്പോഴത്തേക്കും ഈ ഒരു ചാറ്റ് GPT നിങ്ങൾക്ക് വരുന്നുണ്ട്. ഏതിൽ iOS 18.2ൻ്റെ ഈ പറഞ്ഞ ബേറ്റ് ഞാനിപ്പോൾ ഓൾറെഡി റണ്ണിങ് ആണെന്ന് പറഞ്ഞു. 18.2ൽ ഈ ചാറ്റ് GPT ഇൻ്റഗ്രേഷൻ ഐഫോണിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പറയുന്ന വിത്തൗട്ട് അക്കൗണ്ട് ചാറ്റ് GPT അക്കൗണ്ട് ഇല്ലെങ്കിലും ചാറ്റ് GPT യൂസ് ചെയ്യാം. ചാറ്റ് GPT അക്കൗണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു സെർച്ചും ബാക്കി ഒരു പ്രോംപ്റ്റും ക്ലൗഡിലേക്ക് പോവില്ല. അത് എപ്പോഴും അനോണിമസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു ഡീറ്റെയിൽസും ഈ പറഞ്ഞ ചാറ്റ് GPTയിലേക്ക് പോവില്ല. അവിടെയും പ്രൈവസിയും ബാക്കി കാര്യങ്ങളും ബിൽഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫോണിൽ ഇപ്പോൾ ആപ്പിൾ ഇൻ്റലിജൻസ് ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ ഫോണിൽ എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിലും എനിക്ക് പെട്ടെന്ന് വിത്തിൻ എ സ്പാൻ ഓഫ് സ്നാപ്പിംഗ് എനിക്ക് എടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് വേറെ ഒരു ആപ്പിൾ ഇൻ്റലിജൻസ് പോലെ വേറൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ചെയ്യാൻ പറ്റാത്തത്. എൻ്റെ പെർസെപ്ഷനാണ് ഞാൻ പറയുന്നത്. യോജിക്കുന്ന ആൾക്കാരുണ്ടാവും, യോജിക്കാത്ത ആൾക്കാരുണ്ടാവും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പോൾ 3 കൊല്ലം മുമ്പ് വന്ന മെയിൽ ഒരു മെയിൽ എനിക്ക് വന്നു അല്ലെങ്കിൽ ഒരു 3 കൊല്ലം മുമ്പേണ്ടായ ഒരു ഫോട്ടോ പെട്ടെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. അതിൻ്റെ ക്ലൗഡിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സെക്കൻഡ്സിൽ എനിക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ അടുത്ത് സംസാരിച്ചാൽ പറ്റും. എൻ്റെ അമ്മയുടെ ഒരു 3 കൊല്ലം മുമ്പുണ്ടായ മെഡിക്കൽ ബില്ല് അല്ലെങ്കിൽ എൻ്റെ സിസ്റ്റർ 4 കൊല്ലം മുമ്പ് ട്രാവൽ ചെയ്ത എന്തെങ്കിലും എയർലൈൻ ടിക്കറ്റിൻ്റെ ഓപ്ഷൻസ് അതൊക്കെ എനിക്ക് മെയിലുണ്ടെങ്കിൽ സെക്കൻഡ്സ് ഓഫ് എ സ്നാപ്പിൽ എനിക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ എടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് നമ്മുടെ ഡിവൈസിൽ പല കാര്യങ്ങളും ആക്സസ് ചെയ്യാനും അതേപോലെ നമുക്ക് ലൈഫ് കുറച്ച് എഫേർട്ട്ലെസ് ആക്കാനാണ് സിറി എന്ന പേഴ്സണൽ അസിസ്റ്റൻറ്റ് നമ്മുടെ ഫോണുകളിൽ നമുക്ക് തന്നിരിക്കുന്നത്. ഈ അഭിപ്രായമായിട്ട് യോജിക്കുന്നവർക്ക് എന്തായാലും താഴത്ത് കമൻറ്റ് ചെയ്യാം, യോജിക്കാത്തവർക്ക് കമൻറ്റ് ചെയ്യാതിരിക്കാം. അത് ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, പുതിയ മാക്ബുക്കുകളുടെയൊക്കെ ഒരു പ്രൊഡക്ഷൻ ലൈനപ്പ് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ആക്സസറീസ് കൂടെ ലഭിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ മാജിക് കീബോർഡ്, മാജിക് മൗസ്, മാജിക് ട്രാക്ക് പാഡ് എന്നീ പറഞ്ഞ ആക്സസറീസും കൂടെ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. നമുക്കൊരു കംപ്ലീറ്റ് ആയിട്ട് ഒരു വിഷ്വൽ ചേഞ്ച് ആയിരിക്കില്ല വരുന്നത്. അതിന് പകരം എല്ലാ ഡിവൈസുകളും USB-Cയിലേക്ക് ട്രാൻസ്ഫോം ആവും. കംപ്ലീറ്റ് ആപ്പിൾ പ്രൊഡക്റ്റ് ലൈനപ്പ് USB-Cയിലേക്ക് ട്രാൻസ്ഫോം ആവുന്നത് ഈ ഒരു ഒക്ടോബർ ലോഞ്ചിന് ശേഷം തന്നെയായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കുറേയധികം പുതിയ കാര്യങ്ങളും അതേപോലെ ന്യൂസുകളും അപ്ഡേഷനും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക,
എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. ആൻഡ് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ വർത്ത് ഫോർ ദ സബ്സ്ക്രിപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്ഡേഷനും ന്യൂസും അതേപോലെ ലീക്സും റൂമേഴ്സും എല്ലാം ടിപ്സ് ആൻഡ് ട്രിക്സും എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും വാട്സാപ്പിൽ കൂടെയും നമ്മളെ ഫോളോ ചെയ്യാം. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. This is Abin Xavier signing from eywkaa.